ഹലോ എവ്രി വൺ വെൽക്കം ടു രാജ് ടോക്സ്. ഇന്ന് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയുടെ വിശേഷമാണ്. ദിലീപ് ഏട്ടൻ്റെ 150ാമത് ചിത്രം. അപ്പോൾ ഇതിൻ്റെ ഒരു ടൈറ്റിൽ കാർഡുണ്ട്. നല്ല രസമാണ് അത് കാണാൻ. പുള്ളി ചെയ്ത ഒരുപാട് ഐക്കോണിക് ക്യാരക്ടേഴ്സൊക്കെ ഇങ്ങനെ കാണിച്ചൊരു നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോട് കൂടിയാണ് ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അത് കാണുമ്പോൾ തന്നെ നമ്മൾ ഓൾമോസ്റ്റ് സിനിമയിലേക്കൊരു ഇന്നാവുന്നൊരു ഫീല് നമുക്ക് കിട്ടും. നല്ല രസമുണ്ട്. കാരണം തങ്കമണി, പവി കെയർടേക്കർ പോലുള്ള പടങ്ങളൊക്കെ വളരെ മോശമായിട്ടുള്ളൊരു അഭിപ്രായങ്ങളൊക്കെ വന്നു. പുള്ളിയുടെ പെർഫോമൻസും വളരെ മോശമായിട്ട് നമുക്ക് ഫീൽ ചെയ്ത്. അപ്പോൾ ഇപ്പോൾ ഒട്ടും റിലവൻ്റ് അല്ലാതെ ഒരു കംബാക്ക് തിരിച്ച് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു നടൻ തന്നെയാണ് ദിലീപ്. പേഴ്സണലി എന്തൊക്കെ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടെങ്കിലും ആം, അത് ഓക്കെ, അതിനെപ്പറ്റി ഇവിടെ പറയണ്ടെങ്കിലും പുള്ളി സ്റ്റിൽ ഒരു സസ്പെക്റ്റ് മാത്രമാണ്. പുള്ളിക്കെതിരെ ഒരു ചാർജസും ഇതുവരെ ഒന്നും പ്രൂവ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിവേ സിനിമയിലേക്ക് വരാം. അപ്പോൾ ഈ ഒരു ടൈറ്റിൽ കാർഡോടുകൂടി നല്ലൊരു ഫീല് കിട്ടി. പടം ഡയറക്റ്റഡ് ബൈ ബിൻഡോ സ്റ്റീഫൻ, റിട്ടൺ സ്ക്രീൻ പ്ലേ ഡയലോഗ്സ് ബൈ ഷാരിസ് മുഹമ്മദ്, മലയാളി ഫ്രം ഇന്ത്യ, ക്വീൻ, ജനഗണമന ഇതൊക്കെ എഴുതിയ ആൾ തന്നെയാണ് ഇതെന്നാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ ആകെ മൊത്തത്തിൽ പടത്തിൻ്റെ ഒരു ആദ്യത്തെ ഒരു 10-20 മിനിറ്റിൽ ഈ ഫാമിലി സെറ്റപ്പും കാര്യങ്ങളും എല്ലാം നല്ല രസമാണ്. നമ്മളെ നന്നായിട്ട് ഇന്നാക്കുന്നുണ്ട്. ഒരു പഴയ ദിലീപേട്ടൻ്റെ ഒരു സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം അത്യാവശ്യം നന്നായിട്ട് വർക്കാവുന്നുണ്ട്. പുള്ളിയുടെ ജോലി സ്ഥലം, പുള്ളി ഒരു ഡിസൈനർ, അങ്ങനെയൊക്കെയാണ് ഒരു സ്റ്റൈലിഷ് അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്ന ഒരു ബുട്ടീക്കൊക്കെ നടത്തുന്ന ഒരാളായിട്ടാണ് പുള്ളിയെ കാണിക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ അണ്ടറിലാണ് ഈ ഫാമിലി മെമ്പേഴ്സ് എല്ലാം സർവൈവ് ചെയ്യുന്നത്. അതായത് പുള്ളിയുടെ ഒരു വലിയ ഫാമിലിയാണ്. സിദ്ദിഖ് അച്ഛൻ, ബിന്ദു പണിക്കർ അമ്മ, ധ്യാൻ ശ്രീനിവാസന് ഒരു അനിയനാണ്, പിന്നെ ഒരു അനിയത്തിയുണ്ട്. ഇവർക്കെല്ലാം കുട്ടികളുണ്ട്. ഇവരെയൊക്കെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരാളാണ് ദിലീപ്. അപ്പം ബാക്കി ആർക്കും വരുമാന മാർഗ്ഗം ഒന്നുമില്ല. അപ്പം എല്ലാം സഹിക്കുന്ന, പക്ഷേ അതിനെയൊക്കെ ശോകാവസ്ഥയിലല്ല കാണിക്കുന്നത്. അതെല്ലാം ഒരു കോമഡി ആയിട്ട് കാണിച്ചിട്ട് അതെല്ലാം അത്യാവശ്യം വർക്കാകുന്നുണ്ട്. അപ്പോൾ ദിലീപിൻ്റെ മനസ്സിലെ നൊമ്പരം എന്ന് പറയുന്നത് പുള്ളിക്കൊരു ഫാമിലി ഇല്ല. പുള്ളിക്കൊരു കല്യാണം കഴിക്കണം, അതിയായ മോഹമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതിലൊക്കെ ഒരുപാട് കോമഡി വർക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. ചിലതെല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു 10-20 മിനിറ്റ് ഈ എസ്റ്റാബ്ലിഷ്മെൻ്റ് കാര്യങ്ങളെല്ലാം എനിക്ക് നന്നായിട്ട് വർക്കായി. ഞാൻ വിചാരിച്ചു പടം ഈസ് ഗോയിങ് ടു ബി ഓക്കെ. ഒരു കംബാക്ക് അല്ലെങ്കിൽ ഒരു നല്ലൊരു മൂവിയാണെന്നുള്ളത്. പക്ഷേ അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിനുശേഷം അങ്ങോട്ട് കാണിക്കുന്ന സംഭവ വികാസങ്ങളെല്ലാം തന്നെ ഒരുതരം ഏച്ചുകെട്ടൽ. അതായത് ഈ മലയാളി ഫ്രം ഇന്ത്യയിലും ഒരുപാട് ഫേസ്ബുക്ക്, ഇൻസ്റ്റയിൽ നിന്ന് വരുന്ന പോസ്റ്റുകളെല്ലാം കടമെടുത്തിട്ട് എഴുതിയ കുറേ ഡയലോഗുകൾ, അങ്ങനത്തെ ഒരു ക്രിഞ്ച് പരിപാടിയില്ലേ, ആ പരിപാടിയൊക്കെ തന്നെയാണ് ഇതിനകത്തും കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് ഒരുപാട് പൊട്ടൻഷ്യലുള്ള ആക്ടേഴ്സ് വന്നിട്ട് അവരിതിനെ ഒരുപാട് ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഉർവശി ചേച്ചി. പുള്ളിക്കാരിക്കൊരു സീൻ കൊടുക്കുന്നുണ്ട്. അത് നമുക്കറിയാം പക്കാ ക്രിഞ്ച് മെറ്റീരിയൽ ഒരു സാധനം ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം എടുത്തിട്ട് അവരതിനെ ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് എഴുതി വെച്ചിരിക്കുന്ന ഒരു പ്രശ്നം കാരണം അതൊരു തൊ പുള്ളിക്കാരി തുടങ്ങിയ ഒരു 10, 30 സെക്കൻഡൊക്കെ നമുക്ക് നല്ല ഹൈ കിട്ടും. പക്ഷേ അതിൻ്റെ ടുവേർഡ്സ് എൻഡ് വരുമ്പോഴും അതിനൊരു ഫിനിഷ് ഇല്ല. അതൊരു പ്രോപ്പറായിട്ടല്ല ചെയ്തിരിക്കുന്നത്. കാരണം ഇതെല്ലാം ഒരു ഏച്ചുകെട്ടൽ ഫീലാണ് വന്നിരിക്കുന്നത്. എഗൈൻ സിദ്ദിഖിക്ക, പുള്ളി ഒരു പടം പോലും മോശമായിട്ട് അഭിനയിക്കാത്ത ഒരാളാണ്. ഇതിനകത്ത് പുള്ളിക്കാർക്ക് തന്നെ ഒരു വലിയ ക്യാരക്ടർ ആർക്കോ അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് പഴയ സിനിമയിലെ ദിലീപ്, സിദ്ദിഖിക്ക കോംബോ വർക്കായ രീതിക്ക് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന പോലെ ഒരു അച്ഛൻ ക്യാരക്ടർ. എങ്കിൽ അത് അതുപോലെ ഒരു പൂർണ്ണമായിട്ട് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ബിന്ദു പണിക്കരുടെ ക്യാരക്ടറും ദിലീപേട്ടനുമായിട്ടുള്ള കെമിസ്ട്രിയും എനിക്ക് അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തത്. മൊത്തത്തിലൊരു ഒരു ഒരു സുഖമില്ലായ്മ മൊത്തത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ഞെട്ടിച്ച ഒരാളുണ്ട്. കാരണം ഇവരെല്ലാം പ്രൂവൺ ആക്ടേഴ്സാണ്. എനിക്കറിയില്ല ഈ ഇതിനകത്തെ നായിക എന്ന് പറയുന്ന ആൾ, എനിക്ക് പേരും അറിയില്ല. മുമ്പ് ഏതെങ്കിലും പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് കണ്ടതായിട്ട് ഓർമ്മയില്ല. അടിപൊളിയാണ്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടൊരു പാട്ടൊരു തമിഴ് സിനിമയിൽ നിൽപ്പുണ്ട്. അത് ഇട്ടിട്ട് പുള്ളിക്കാരിയുടെ ഒരു വരവും അതിലെ ഒരു ഡാൻസും ഒരു ഹൈ എനർജി, ഒരു പടക്കം സാധനമാണ് പുള്ളിക്കാരി ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ പുള്ളിക്കാരിയുടെ കയ്യിൽ നിന്ന് വരെ പോകുന്നത് പുള്ളിക്കാരിയുടെ ആക്ടിങ് ശരിയല്ലാത്തത് കൊണ്ടല്ല. ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന സീനുകളുടെ പ്രശ്നമാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പേഴ്സണലി ഈ പടത്തിനെ ഒരുപാട് ലിഫ്റ്റ് ചെയ്യാൻ ആക്ടേഴ്സ് നന്നായിട്ട് മെനക്കെട്ടിട്ടുണ്ട്. ഡയറക്ഷൻ നന്നായിട്ടുണ്ട്. ഒരു ഫസ്റ്റ് ടൈം ഡയറക്ടറിൻ്റെ നല്ല ഇൻപുട്സ് ഇതിനകത്തുണ്ട്. പക്ഷേ ആകെ മൊത്തത്തിൽ തിരക്കഥ പാളിപ്പോയ ഒരു സംഭവമായിട്ടാണ് ഞാനിതിനെ ഇപ്പോൾ കാണുന്നത്. പിന്നെ ഇതിനകത്ത് ദിലീപേട്ടൻ തന്നെ വന്നിട്ട് പറയുന്ന ഒരു മെയിൻ ഡയലോഗുണ്ട്. തീരുമാനം അത് നിങ്ങളുടേതാണ്. മറ്റാരുടെയെങ്കിലും തീരുമാനം നിങ്ങളെ അടിച്ചേൽപ്പിക്കുന്നതിനോട് നിങ്ങൾ പാടില്ല. നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അതൊരു പക്ഷേ ഇതുപോലെയുള്ള റിവ്യൂകൾക്കും കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് പറയുന്ന ഒരു ഡയലോഗായിട്ട് കൂടെ കരുതാം. കാരണം ദ ഹോൾ മൂവി ഈസ് അബൌട്ട് ഹൗ വ്ളോഗിങ് ഈസ് ഡൺ, സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ ഇമ്പാക്റ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഈ സിനിമ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആം, ഒരു പക്ഷേ കാരണം എൻ്റെ മുമ്പിലിരുന്ന ഫാമിലിക്കെല്ലാം അവരുടെയൊക്കെ ഒരു സംസാരത്തിൽ അവർക്കെല്ലാം പടം വർക്കായിട്ടുണ്ട്. എനിക്കാണ് ഒരു ആവറേജ് ഫീൽ കിട്ടിയത്. സോ നിങ്ങൾ കണ്ടു നോക്കുക. എനിക്കിങ്ങനെ ഒരു നല്ല
ഒരു സ്റ്റാർട്ടിങ്ങും ഒരു ആദ്യത്തെ ഒരു 10-20 മിനിറ്റ് എനിക്ക് നന്നായിട്ട് വർക്കായി. മിഡിലിലെ സീനുകളൊന്നും തന്നെ എന്നെ അങ്ങനെ ഇംപ്രസ് ചെയ്യുന്ന ലെവലിലോ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഇമോഷണൽ കണക്റ്റോ ഒന്നും തന്നെ എനിക്ക് ഉണ്ടായിട്ടില്ല. ബട്ട് ടുവേർഡ്സ് ദ ക്ലൈമാക്സ് അതും കൊള്ളായിരുന്നു. ദിലീപേട്ടൻ ഓവറോൾ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പുള്ളി ആ റോള് നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ കയ്യിൽ നിന്ന് അത് പോയിട്ടില്ല. ഇടയ്ക്കുള്ള ചെറിയ ക്രിഞ്ച് പരിപാടികൾ പക്ഷേ അത് ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. കാരണം പുള്ളിയുടെ പ്രായം, കാര്യം എല്ലാം തന്നെ അതിൽ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ റോൾ ഒരു സൂട്ടാവാത്ത റോളൊന്നുമല്ല. പുള്ളിയുടെ ഏജിന് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. പിന്നെ പുള്ളിയുടെ ഡ്രസ്സിങ് കാര്യങ്ങൾ, പുള്ളിയുടെ ഫിസിക്കൽ ഫിറ്റ്നസ് അതെല്ലാം പുള്ളി നന്നായിട്ട് ക്യാരി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആകെ മൊത്തത്തിൽ നല്ല ദിലീപ് പെർഫോമൻസുകൾ വന്നിട്ടുണ്ട്. കൂടെയുള്ളവരുടെ പെർഫോമൻസുകളെല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ വളരെ ആർട്ടിഫിഷ്യലായി ഒട്ടും ഓർഗാനിക് അല്ലാത്ത കുറച്ച് സീനുകൾ കൊണ്ട് സമ്പന്നമാണ് ഒരു സെക്കൻഡ് ഹാഫും കാര്യങ്ങളും ഒക്കെ. അതാണ് എൻ്റെ ഒരു റിവ്യൂ. പക്ഷേ നിങ്ങൾ സിനിമ കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായം രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ. താങ്ക് യു.